NG സുരേഷ് കുമാർ എന്ന ഈ ചിത്രകാരൻ വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പകം ആഴ്ചപ്പതിപ്പിൽ തുടങ്ങി ഇന്നിപ്പോൾ ഈ വനിതയിൽ വരെ വരച്ച അദ്ദേഹം മുതിർന്നവരെ മാത്രമല്ല ചിത്രങ്ങൾ കൊണ്ട് രസിപ്പിച്ചത്, കുട്ടികളുടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹം വരയ്ക്കുന്നുണ്ട്. ഇദ്ദേഹം രചിച്ച സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എൻ്റെ പേര് സുരേഷ് കുമാർ, ചിത്രകാരനാണ്. മംഗളം വാരികയിൽ ചീഫ് ആർട്ടിസ്റ്റായിട്ട് 28 വർഷം വർക്ക് ചെയ്തു. ഇപ്പം സ്വതന്ത്രമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നു. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ചിത്രകലയിൽ ഇപ്പോൾ ഒത്തിരി സാധ്യതകളുണ്ട്. അതിനോടൊപ്പം തന്നെ അത് പഠിക്കാനും അതിൻ്റെ ഒത്തിരി ടെക്നിക്കുകൾ മനസ്സിലാക്കാനുമുള്ള ഈ ഇൻ്റർനെറ്റ് വഴിയും ഒക്കെ റെഫറൻസുകൾ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം. ഡ്രോയിങ് ചെയ്യണം, വരയ്ക്കണം. വരച്ചാലേ നമ്മളുടെ ഡ്രോയിങ് നന്നാകത്തുള്ളൂ. നമുക്ക് ഏത് തരത്തിലും വരയ്ക്കാൻ സാധിക്കണം. ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഇലസ്ട്രേഷൻ ഒരു ഹ്യൂമൻ ഫിഗറിനെ ആണ് നമ്മൾ ഹ്യൂമൻ ഫിഗറിനെ മെയിനായിട്ട് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയെയും നമ്മൾ അവരുടെ സ്പെഷ്യലായിട്ടുള്ള അവരുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കാനുള്ള ഒരു സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഡ്രോയിങ് ചെയ്ത് നോക്കുക, മെമ്മറിയായിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നിരന്തരമായ പഠനം ഇതിനാവശ്യമാണ്. എങ്കിലേ നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു ഇലസ്ട്രേഷൻ മാത്രമല്ല, ഒരു പോർട്രേറ്റ് പോലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് പൊതുവിൽ ഇപ്പോൾ ഉള്ള കുട്ടികളിൽ ഞാൻ കാണാറില്ല. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ ഒരു സ്റ്റുഡിയോ തയ്യാറാക്കുന്നുണ്ട്. ലൈവായിട്ട് എപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുക, ചിത്രങ്ങൾ പഠിക്കുക, ഹ്യൂമൻ ഫിഗർ വരയ്ക്കാൻ മോഡലിനെ ഇരുത്തി വരയ്ക്കുക, അതേപോലെ തന്നെ മോഡലുകൾ വെച്ച് പെയിൻറ്റിങ്ങുകൾ ചെയ്യുക, മോഡലിനെ ഇരുത്തി പെയിൻറ്റിങ്ങുകൾ ചെയ്യുക. അങ്ങനെ വിവിധ രീതിയിലുള്ള ഈ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഓൺലൈനായിട്ടും ഒക്കെ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റുഡിയോ തയ്യാറാക്കുന്നത്. അതൊരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാകും. അങ്ങനെ ഒരു പദ്ധതിയിലാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വരകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ മെയിൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.